ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചേർന്നതാണ്. ഓയിൽ മാറ്റാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഓയിൽ ബോൾട്ട് ഇതാണ്. അതിൻ്റെ ഓയിൽ ബോൾട്ട് പഴയ ഓയിൽ ബോൾട്ടാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ത്രെഡ് പോയിട്ട് നമ്മൾ തുണിയൊക്കെ ചീറ്റിയിട്ടാണ് പിടിപ്പിച്ച് വെച്ചേർന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ത്രെഡ്. അപ്പോൾ അത് പോയേക്കണ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരാമെന്ന്. ഇപ്പോൾ ഞാൻ ബോൾട്ട് ഒരെണ്ണം മാറ്റി പുതിയതിട്ടുണ്ട്. അത് ഓവർ സൈസ് ബോൾട്ട് ഇട്ടാണ്. കാരണം ഇതിനേക്കാളും ഒരു അല്പം കൂടി ത്രെഡ് വലിപ്പമുള്ള ബോൾട്ടാണ് ഇട്ടേക്കണേ. അത് അങ്ങനെ ചെയ്യാനാണ് പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ദിവസം എന്ന് വെച്ചാൽ എഞ്ചിൻ ഇറക്കിയിട്ട് അതിൻ്റെ കൊണ്ടുപോയിട്ട് ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് ഈ സ്റ്റാൻഡേർഡ് ത്രെഡിനകത്ത് സ്ലീവ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്പെൻസും കൂടുതലാണ്, തന്നെയല്ല താമസം എൻ്റെ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ഓവർ സൈസ് ബോൾട്ട് മേടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. വലിയ താമസമില്ലാണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പുകയുടെ പ്രോബ്ലമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതിനു വേണ്ടി അഴിക്കുമ്പോൾ എന്തെങ്കിലും വണ്ടി വെക്കേണ്ടി വരും. ആ കൂട്ടത്തിൽ കൂടെ അത് ഈ ബോൾട്ട് മാറ്റിയതിന് ശേഷം ഓവർ സൈസ് ബോൾട്ട് മാറ്റി സ്റ്റാൻഡേർഡ് ത്രെഡിലേക്ക് ആക്കാനായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. വർക്കിന് കയറുമ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് ടെക്നീഷ്യൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ സൈസ് ത്രെഡ് വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോർമൽ രീതിയിൽ കറക്റ്റ് ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ത്രെഡ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എഞ്ചിൻ വർക്കിന് അഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഒരു ചിലവിൽ അങ്ങോട്ട് കഴിഞ്ഞ് പോക്കോളും. ആ ലെയ്ത്ത് വർക്കിൻ്റെ എമൗണ്ട് മാത്രം കൊടുത്താൽ മതിയോ. ഓക്കെ.